പ്രൈസ് ദി ലോർഡ്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 27-ാം വാക്യം വായിക്കാം. പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. അതിന് അവൻ, അല്ല, ദൈവത്തിന് വചനം കേട്ട് പ്രമാണിക്കുന്നവരത്രേ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ദൈവമക്കളെ, യേശു ക്രിസ്തുവിനോട് പുരുഷാരത്തിൽ ഇടയിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളതാ എന്ന് പറയുകയാണ്. സ്ത്രീയോട് യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു അത് തിരുത്തുകയാണ്. എന്നെ ചുമന്ന ഉദരം ഭാഗ്യമുള്ളതല്ല, ഞാൻ കുടിച്ച മുല ഭാഗ്യമുള്ളതല്ല. അത് ഭാഗ്യമുള്ളതാവണമെങ്കിൽ എന്റെ വചനം അനുസരിക്കണം. എന്റെ വചനം അനുസരിക്കുക എന്റെ വചനം എന്നുള്ളത് എന്റെ പിതാവ് എനിക്ക് തന്നതാണ്. ആ വചനം നിങ്ങൾ അനുസരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ എന്റെ മക്കളാകുന്നത്, ദൈവത്തിന്റെ മക്കളാകുന്നത്, ദൈവത്തിന്റെ സഹോദരനാകുന്നത്, ദൈവത്തിന്റെ അമ്മയാകുന്നത് എന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നതാണ്. ലൂക്കോസിന് സുവിശേഷം 11-ാം അധ്യായം. ലൂക്കോസിന് 11-ാം അധ്യായത്തിൽ ശിഷ്യന്മാര് യേശുവിനോട് ചോദിക്കുകയാണ്, ഞങ്ങളെ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു അവരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നതാണ് നാം കാണുന്നത്. യേശു പറയുകയാണ്, ഞങ്ങളുടെ പാവങ്ങളെ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ പാവങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്ന ഏവരോടും ഞങ്ങൾ ക്ഷമിക്കുന്നു. മത്തായിയുടെ സുവിശേഷം അത് കുറച്ചും കൂടി വ്യക്തമായി പറയുന്നുണ്ട്. ഹല്ലേലൂയ, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ പാവങ്ങളെ ദൈവമേ നീ ക്ഷമിച്ചു തരണമേ. അപ്പോൾ എന്തു ചെയ്യണം? നമുക്ക് കടപ്പെട്ടിരിക്കുന്ന ഏവരോടും നമ്മൾ ക്ഷമിക്കണം. അങ്ങനെ നമ്മൾ ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമ്മുടെ പാവങ്ങളെ ക്ഷമിക്കയില്ല എന്ന് വിശുദ്ധമായി മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമ്മൾ ക്ഷമിക്കുക, അപ്പോൾ ദൈവം നമുക്ക് ക്ഷമ തരും. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ, അതുകൊണ്ടാണ് യേശുവിനോട് ആ സ്ത്രീ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ യേശു പറയുകയാണ്, എന്റെ അമ്മ, എന്റെ സഹോദരൻ, എന്റെ സഹോദരി എന്നാൽ എന്റെ വചനം അനുസരിക്കുന്നവരാണ്. ഞാൻ ദൈവത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. എന്നെ ഭക്ഷിക്കുന്നവര് ജീവിക്കും, അവന് നിത്യമായി സ്വർഗീയ രാജ്യത്തില് ദൈവത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കും. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം? നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിന്റെ വചനം നമ്മൾ അനുസരിക്കണമെന്ന് ദൈവം അടിവരയിട്ട് നമ്മെ ഓർപ്പെടുത്തുകയാണ്. പുരുഷാരം തിങ്ങിക്കിടിപ്പോൾ അവർ പറഞ്ഞത്, ഈ തലമുറ ദോഷമുള്ള തലമുറയാകുന്നു. ഹല്ലേലൂയ. യേശു പറയാണ്, ഇവിടെ ഇതാ യോനയിലും വലിയവൻ. യോന ഒറ്റ പ്രസംഗത്തില് നിനവേലെ മുഴുവൻ മാനസാന്തരപ്പെടുത്തി, ആ പ്രദേശത്തെ മുഴുവൻ മാനസാന്തരപ്പെടുത്തിയ യോന, ഇവിടെ ഇതാ യോനയിലും വലിയവൻ, ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ എന്ന് പറയുകയാണ്. ജ്ഞാനിയായ ശലോമോൻ, ഇസ്രായേലിന്റെ 3-ാമത്തെ രാജാവായിരുന്ന ശലോമോനിലും വലിയവനാണ് യേശു ക്രിസ്തു. യോനയിലും വലിയവനാണ്. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവന് ദൂതന്മാരെക്കാൾ വലിയവനാണ്, അവൻ മോശയേക്കാൾ വലിയവനാണ് എന്ന് വിശുദ്ധ വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം? നമ്മൾ ദൈവത്തിന്റെ വചനം അനുസരിക്കണം. ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവർ മാത്രമാണ് ദൈവത്തിന്റെ മക്കളെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ദൈവം പറയുകയാണ്, എന്റെ വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിക്കും. നമ്മൾ വചനം കേട്ടുകൊണ്ട് മാത്രം കാര്യമില്ല, പക്ഷെ വചനം കേൾക്കുന്നത് നമുക്ക് അനുഗ്രഹമാണ്. അതാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത്, എന്റെ വചനം കേൾക്കുന്നവന് അനുഗ്രഹിക്കപ്പെടും, വായിക്കുന്നവന് അനുഗ്രഹിക്കപ്പെടും, അത് പ്രവൃത്തി ഫലത്തിലാക്കുന്നവന്, അത് പ്രവർത്തിക്കുന്നവന് അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുകയാണ്. ഇവിടെ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ വീണ്ടും പറയുകയാണ്, എങ്കിലും എന്റെ വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിക്കും. നമ്മുടെ ദൈവം
യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞ ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുക മാത്രം ചെയ്താൽ പോരാ, അത് അനുസരിക്കുകയും കൂടി ചെയ്യണമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളകാരനുമായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. നമുക്ക് നമ്മുടെ ജീവിതയാത്രയില് നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് പരീക്ഷകളുണ്ട്. യോബിന്റെ ജീവിതത്തില് ദൈവം യോബിനെ പരീക്ഷിച്ചു. യോബിന്റെ 10 മക്കള് മരിച്ചു വീണു. മരിച്ചു കിടക്കുമ്പോൾ യോബ് പറയുകയാണ്, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവന്റെ സ്നേഹിതന്മാർ വന്ന് അവനെ കുറ്റം പറഞ്ഞു. പക്ഷേ ദൈവത്തിന്റെ കോപം ആ സ്നേഹിതന്മാരുടെ നേരെ ജ്വലിച്ചതായിട്ട് നമുക്ക് 42-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. ഹല്ലേലൂയ. ദൈവദാസനെ ദൈവത്തിന്റെ സന്നിധിയിൽ വേല ചെയ്യുന്ന ദൈവ മക്കൾക്ക് എതിരായി സംസാരിക്കുവാൻ എന്നത് ആരും സംസാരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെയൊക്കെ ദൈവത്തിന്റെ കോപം അവിടെ മേല് വീഴുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഹല്ലേലൂയ, നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുക മാത്രം ചെയ്താൽ പോരാ, അത് അനുസരിക്കുന്നവരായിരിക്കണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. യേശു പറയുകയാണ് ഹല്ലേലൂയ, പുരുഷാരത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തുനിന്നു. ഒരുത്തൻ അവനോട്, നിന്റെ അമ്മയും സഹോദരനും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. യേശുവിന് പറയുകയാണ്, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുകയാണ്. അത് പറഞ്ഞവനോട് അവൻ, എന്റെ അമ്മയാർ, എന്റെ സഹോദരന്മാർ ആര് എന്ന് ചോദിച്ചു. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അവസാന ഭാഗത്ത് കർത്താവ് ചോദിക്കുകയാണ്, ആരാണ് എന്റെ അമ്മ, ആരാണ് എന്റെ സഹോദരൻ എന്ന് ചോദിക്കുകയാണ്. ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി, ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരനും. ശിഷ്യന്മാരുടെ നേരെ കൈ ചൂണ്ടിയിട്ട് പറയുകയാണ്, ഈ ശിഷ്യന്മാരാണ് എന്റെ അമ്മ, എന്റെ സഹോദരന്മാര്. ശിഷ്യന്മാരുടെ കൈ നീട്ടി, ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും ആണ് ഈ ശിഷ്യന്മാർ. കാരണം എന്താണ്? സ്വർഗസ്വനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു. നമ്മൾ നമ്മുടെ ജീവിതയാത്രയിൽ സ്വർഗസ്വനായ ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ ചെയ്യുന്നു എങ്കിൽ മാത്രമാണ് ദൈവവുമായി നമുക്ക് ബന്ധമുള്ളത്. അതുകൊണ്ടാണ് യേശു പറയുകയാണ്, സ്വർഗസ്വനായ എന്റെ പിതാവിന്റെ ഇഷ്ടം നീ ചെയ്യുകയാണെങ്കിൽ നീ എന്റെ അമ്മയാണ്, നീ എന്റെ സഹോദരനാണ്, നീ എന്റെ സഹോദരിയാണ്. എന്റെ ഇഷ്ടം നീ ചെയ്യുന്നില്ലെങ്കിൽ നീ എന്റെ അമ്മയല്ല, നീ എന്റെ സഹോദരനല്ല, നീ എന്റെ സഹോദരിയല്ല എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം എഴുതിയപ്പോൾ റോമാലേഖനത്തിൽ പറയുന്നത്, ഹല്ലേലൂയ, ജഡപ്രകാരമുള്ള മക്കളല്ല. ലോകം നോക്കുമ്പോൾ ജഡപ്രകാരമുള്ള മക്കൾ എന്ന് വിളിക്കുമ്പോൾ ദൈവം പറയുകയാണ്, എന്റെ ജഡപ്രകാരമുള്ള മക്കളല്ല. നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണെങ്കിലും ഹല്ലേലൂയ, നിങ്ങൾ എന്റെ മക്കളല്ല. നിങ്ങൾ എന്റെ മക്കളാവണമെങ്കിൽ ദൈവികമായ ആത്മീയമായി നിങ്ങൾ ജനിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ എന്റെ മക്കളാകുകയുള്ളൂ. നിങ്ങൾ എന്റെ മക്കളാകണമെങ്കിൽ എന്റെ വചനം നിങ്ങൾ അനുസരിക്കണം, നിങ്ങൾ വിശ്വാസ സ്നാനമേക്കണം. ഞാൻ പറഞ്ഞ വാക്തത്വങ്ങള്, ഞാൻ പറഞ്ഞ വചനങ്ങള് നിങ്ങൾ മാറ്റമില്ലാതെ നിങ്ങൾ അനുസരിക്കുമ്പോൾ മാത്രമാണ് ഞാനും നിങ്ങളും തമ്മിൽ ഒരു ബന്ധമുണ്ടാകുന്നത്. അപ്പനും മക്കളും തമ്മിലുള്ള ആ ബന്ധമുണ്ടാകുന്നത്, ആ സ്നേഹമുണ്ടാകുന്നത് അപ്പൻ പറയുന്നത് മക്കൾ അനുസരിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ എന്റെ വചനം അനുസരിക്കണം. എന്റെ വചനം എന്നാൽ ഈ വചനം എന്റേതല്ല, പിതാവ് എനിക്ക് തന്നതാണ്. ഞാനും പിതാവും ഒന്നാണ്. ഹല്ലേലൂയ. ദൈവമാണ് ഈ വചനങ്ങളെ തന്നത്. ഈ ബൈബിൾ, ഈ വേദപുസ്തകം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായ പുസ്തകമാണ്. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മെ ന്യായം വിധിക്കുന്നത്. ദൈവം നമ്മെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തില് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയില് ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മൾ അനുസരിക്കുന്നവരായിരിക്കണം. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ ജീവിക്കുന്നു എങ്കിൽ നമുക്ക് ദൈവം ജീവകിരീടം പ്രാപിക്കുവാൻ ദൈവം അവസരങ്ങളെ ഒരുക്കും. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട്, നീ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളത് എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളത് എന്ന് പുരുഷാരത്തില് ഒരു സ്ത്രീ വെറുതെ വിളിച്ചു പറയുകയാണ്. യേശു പറയുകയാണ്, അത് അല്ല, എന്റെ വചനം അനുസരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ.
യേശു കർത്താവ് ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ, ആരാണ് എൻ്റെ സഹോദരി എന്ന് ചോദിച്ചപ്പോൾ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ നോക്കി ചൂണ്ടിയിട്ട് പറയുകയാണ്, ഇതാ എൻ്റെ സഹോദരന്മാര്, ഇതാ എൻ്റെ സഹോദരി, ഇതാ എൻ്റെ അമ്മ, എൻ്റെ വചനം, അതായത് പിതാവായ ദൈവത്തിന്റെ വചനം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. എന്നെ ഭക്ഷിക്കുന്നവര് ജീവിക്കും, എന്നേക്കും ജീവിക്കുമെന്ന് നമുക്ക് വാഗ്ദത്തം ചെയ്ത ദൈവം പറയുകയാണ്. എന്റെ വചനം നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ അമ്മയാണ്, നിങ്ങൾ എൻ്റെ സഹോദരനാണ്, എൻ്റെ സഹോദരിയാണ്. എന്റെ വചനം നിങ്ങൾ അനുസരിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ എന്നെ തിന്നുന്നില്ല എങ്കിൽ, ഹല്ലേലൂയ ഹല്ലേലൂയ, ജീവന്റെ അപ്പമായ എന്നെ നിങ്ങൾ ഭക്ഷിക്കുകയും എൻ്റെ പാനീയം എൻ്റെ രക്തമായ പാനീയം നിങ്ങൾ കുടിക്കുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല എന്ന് യേശു നമ്മളോട് പറയുകയാണ്. ദൈവമക്കളെ, ദൈവം നമ്മെ കാണിച്ചു തന്ന മാതൃകയിൽ ഹല്ലേലൂയ ആത്മീയമായി ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി തെറ്റു ചെയ്താൽ അനുദപിച്ച്, കർത്താവിന്റെ സന്നിധിയിൽ ദാവീദ് തെറ്റു ചെയ്തു, പക്ഷേ അവൻ അനുദപിച്ച് തിരിച്ചു വന്നു. ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ നെടുവീർപ്പ് വീണ് അവൻ അനുദപിച്ച് തിരിച്ചു വന്നു. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നമ്മൾ തെറ്റുകൾ ചെയ്താൽ ദൈവത്തിന്റെ സന്നിധിയിൽ പോയി ഹല്ലേലൂയ നെടുവീർപ്പ് വീണ് അനുദപിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ തിരിച്ചു വരണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദൈവം നമ്മോട് പറയുകയാണ്, എൻ്റെ അമ്മയാര്, എൻ്റെ സഹോദരൻ ആര്, എൻ്റെ സഹോദരി ആര് എന്നുള്ളതിന് യേശു കർത്താവ് വാമൊഴിയായി നമുക്ക് ഉത്തരം പറയുകയാണ്. എൻ്റെ വചനം അനുസരിക്കുന്നവനാണ് എൻ്റെ അമ്മ, എൻ്റെ വചനം അനുസരിക്കുന്നവനാണ് എൻ്റെ സഹോദരി, എൻ്റെ വചനം അനുസരിക്കുന്നവരാണ് എൻ്റെ സഹോദരൻ. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതായി സ്തോത്രം.